റസൂലുള്ള സാധാരണ മനുഷ്യനെന്ന് ലോകത്ത് പറഞ്ഞത് അബൂജഹലാണ്, പിന്നെ പറഞ്ഞത് നബിവത്തുൽ മുജാഹിദീനുമാണ്. അല്ലാത്തൊരു മനുഷ്യൻ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും റസൂലുള്ളാഹിനെ കുറിച്ച് ഒരു സാധാരണ മനുഷ്യനെന്ന് ജൂതന്മാർ പറഞ്ഞിട്ടില്ല, മറ്റുള്ളവരും പറഞ്ഞിട്ടില്ല. എന്റെ അനുജാ, നബിദിനം അനിസ്ലാമികമെന്നുള്ള ലഘുലേഖ കാണുമ്പോ കൂട്ടുകാരെ എന്താ അവര് പറയുന്നതിൽ ചില തത്വങ്ങളുണ്ടോ? നബിദിനം അനിസ്ലാമികമാണ്, അത് റസൂലുള്ള കാണിച്ചിട്ടില്ല എന്നല്ല, നബിത്തങ്ങൾ ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് വാ തുറന്ന് എന്തൊക്കെയോ വിളിച്ചു പോകുമ്പോ എന്റെ ഈമാനുള്ള കുട്ടികളെ, ഇതാരാണ് പറയുന്നതെന്നറിയോ? പുന്നാര മുത്തുനബിയെ നൊന്ത് പ്രസവിച്ച ഉമ്മ നരകത്തിന്റെ അടിത്തട്ടിലാ. റസൂലുള്ളാഹിന്റെ ഉമ്മ മുസ്ലിമത്തല്ല. മോനെ, എന്ത് നബിദിനം അനിസ്ലാമികമെന്ന് അതുമാത്രം കേട്ടുകൊണ്ട് ശക്കിക്കുന്ന സംശയിക്കുന്ന എന്തനുജാ, ഒന്ന് ആ പറയുന്നവരോട് ചോദിച്ചു നോക്ക്. നബി തങ്ങളുടെ ജന്മമാസമായ റബീഅ എന്ന വസന്തമാസത്തിൽ അവിടുത്തെ മീലാദ് കടിക്കുന്നത് അത് ഇരിക്കട്ടെ, എടോ റസൂലുള്ളാഹിന്റെ ഉമ്മ മുസ്ലിമത്തോ കാഫിറത്തോ? മോനെ, നബിദിനം അനിസ്ലാമികമെന്ന് പറയുന്നവൻ തുറന്നതാ പറയുന്നു മുത്തുനബിയുടെ ഉമ്മ മുസ്ലിമത്തല്ല. അവിടുന്ന് കാലാകാലവും നരകത്തിലാണ്. അബ്ദുള്ള എന്ന മനുഷ്യൻ മുസ്ലിമല്ല, കാഫിറായി മരിച്ചുപോയവനാണ്. ഈ വ്യക്തികളാണ് റസൂലുള്ളാഹിന്റെ ജന്മമാസത്തെ കളിയാക്കുന്നത്, അവരാണ് വസന്തമാസത്തെ പുച്ഛിക്കുന്നത്. എന്റെ മുസ്ലിമീങ്ങളെ, നബി തങ്ങളുടെ ഉമ്മാനെ നരകത്തിലിട്ടിട്ട് റസൂലുള്ളാഹിന്റെ ബാപ്പയെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അത് കണ്ടാസ്വദിച്ച് സ്വർഗത്തിൽ കിടക്കാനാണോ മുസ്ലിമീങ്ങളെ നമ്മളൊക്കെ വിചാരിക്കുന്നത്? നാം അതിനാണോ ജീവിക്കുന്നത്? നബി തങ്ങളുടെ ഉമ്മ നരകത്തിലെന്ന് പറഞ്ഞിട്ട് എന്റെ മോനെ, എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? എന്റെ ചെറുപ്പക്കാരെ, ഇത് വിഷയം കളിയല്ല, റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ലോകത്തെ പടക്കാൻ കാരണക്കാരായ മുത്തുനബിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എല്ലാ അമ്പിയാക്കളുടെയും നേതാവ്, മുഴുവൻ അമ്പിയാക്കളുടെയും നേതാവ്, ആ നേതാവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ നേതാവുമായി ഒന്ന് അടുത്തിരിക്കാൻ കുതിച്ചു പോകുന്ന എത്രയെത്ര വലിയ വലിയ ആളുകൾ. ഞാനൊന്ന് പറഞ്ഞോട്ടെ ചെറുപ്പക്കാരെ, എന്റെ കൂട്ടുകാരെ, നമ്മുടെ ഉമ്മാനെക്കുറിച്ചൊന്ന് പറയാമല്ലോ. ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ 25 വയസ്സ് പ്രായമുള്ളപ്പോ 40 വയസ്സ് പ്രായമുള്ള ഖദീജ ബീവിയെ കല്യാണം കഴിച്ചു. അവിടുന്ന് കല്യാണം കഴിച്ചിട്ട് എന്തൊരു നല്ല ജീവിതമാണ് കാഴ്ചവെച്ചത്, എന്തൊരു നല്ല ഭംഗിയുള്ള മനോഹരമായ ജീവിതമാണ് കാഴ്ചവെച്ചത്. പക്ഷേ അവസാനം ലോകത്തോട് വിട പറയാനെടുക്കുമ്പോ നമ്മുടെ ഉമ്മ മെല്ലെ മെല്ലെ വരുന്നു, റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി നിൽക്കുന്നു. അവസാനം അവിടുത്തെ മടിയിൽ നമ്മുടെ ഉമ്മയതാ തലവെക്കുന്നു. റസൂലുള്ളാഹിയാകുന്ന ഭർത്താവിന്റെ മടിയിലെന്ന് തലവെച്ച് കിടക്കുന്നു. നബി തങ്ങളുടെ കണ്ണിൽ നിന്നൊരു തുള്ളി, അവിടുന്ന് ഉമ്മയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി വെള്ളം നബി തങ്ങളുടെ കാലിലേക്ക് തെറിക്കുന്നു. അവിടുന്ന് നെട്ടിയുണരുന്ന ഫസ്തൈഖല, നെട്ടിയുണരുന്ന റസൂലുള്ളാഹ്, എന്റെ ഖദീജ, നമ്മുടെ ഉമ്മാന്റെ കണ്ണിലൂടെ വെള്ളം ഒഴുകുമ്പോ അവിടുന്നതാ കണ്ണുനീര് തുടച്ചു കൊടുക്കുന്നു. യാ ഖദീജ, എന്തേ കരയുന്നത്? ജനിക്കുന്ന സമയത്ത് സമ്പന്നയും മരണവേളയിൽ ദരിദ്രയാതിന്റെ പേരിലാണോ കരയുന്നത്? ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കുമ്പോ എത്ര വലിയ സമ്പന്നയാണ് നിങ്ങൾ, 100ഓളം കച്ചവട സംഘത്തിന്റെ ഉടമയാണ്, എത്ര വലിയ തോട്ടമാണ് മക്കയിൽ നിങ്ങൾക്കുണ്ടായിരുന്നത്. ഇന്ന് എന്റെ ഖദീജ,
ഒന്നുമില്ലല്ലോ. ഒരു കീറിയ കുപ്പായം ധരിച്ചതോർത്തുകൊണ്ടാണോ കരയുന്നത്? മറ്റെന്തോർത്തുകൊണ്ടാ കരയുന്നത്? അവിടുന്ന് ചോദിക്കുമ്പോൾ യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹിന്റെ താടിരോമം പിടിച്ച് അവിടുത്തെ മുഖത്ത് ഉമ്മ വെച്ചുകൊണ്ട് അവിടുന്ന് ചോദിക്കുന്നത് യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ, ഞാൻ ജനിക്കുന്ന സമയത്ത് സമ്പന്നയും മരണവേളയിൽ ദരിദ്രയാതിന്റെ പേരിലല്ല ഞാൻ കരയുന്നത്. ഈ കഷ്ടം വെച്ച കുപ്പായം ധരിച്ചതോർത്തുകൊണ്ടുമല്ല തങ്ങളെ ഞാൻ കരയുന്നത്. ശരീരമാകെ സ്വർണ്ണാഭരണം കൊണ്ട് പുതിയപ്പെട്ടവളായിരുന്നു. ഇന്നൊരാഭരണമില്ലല്ലോ, അതോർത്തുകൊണ്ടുമല്ല ഞാൻ കരയുന്നത്. നേരെ മറിച്ച് പാവപ്പെട്ട ഞാൻ കരയാനുള്ള കാരണം യാ ഹബീബ്, നബിയേ, ഇന്ന് ഞാൻ അവിടുത്തെ മടിയിൽ കിടക്കുന്നു. അവിടുത്തെ ബാക്കി വെള്ളം കുടിച്ചവളാണ്, അവിടുത്തെ ബാക്കി ഭക്ഷണം കടിച്ചവളാണ്, അവിടുത്തെ ശരീരം സ്പർശിക്കാൻ ഭാഗ്യം ലഭിച്ചവളാണ്. അത് കാരണമായി അല്ലാഹു എന്നെ സ്വർഗത്തിൽ കിടത്തിയേക്കാം. ഞാൻ സ്വർഗത്തിൽ കിടന്നാൽ തന്നെയും എത്രയോ താഴ്ന്ന പദവിയിലാണ് നബിയേ. തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബാണ്, ലോകത്തിന്റെ നേതാവാണ്. അങ്ങ് നാളെ സ്വർഗത്തിൽ ഉന്നത പദവിയിൽ കിടക്കുമ്പോൾ ആദം നബി തൊട്ട് നോഹ് നബി തൊട്ട് ഇബ്രാഹിം നബി തൊട്ട് എല്ലാ അമ്പിയാക്കളും അവിടുത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുമ്പോൾ ഹബീബായ നബിയെ, ഈ സാധുവായ പാവപ്പെട്ട ഖദീജക്ക് അവിടുത്തെ മടിയിൽ കിടക്കരുപോയി, അവിടുത്തെ മുഖമൊന്ന് കാണുകപോയി. ഇന്ന് ഞാനങ്ങ് മരിച്ചാൽ സ്വർഗത്തിൽ കിടന്നാലും എന്റെ ജീവിതത്തിൽ തങ്ങളെ കാണില്ലല്ലോ. അതോർത്തപ്പോ കരഞ്ഞതാണ് നബിയെ ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. ലോകത്തിന്റെ നേതാവായ നബി തങ്ങളോട് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയെന്ന് പറയുന്നുവെങ്കിൽ എല്ലാ സമയത്തും ആ ഖദീജയുടെ മദ്ഹ് പറയുന്ന റസൂലുള്ള അവിടുന്ന് വഫാത്തായിട്ടും എപ്പോഴും അവിടുത്തെ മദ്ഹ് പറയുന്നു. ആയിഷ ബീവി എന്ന് പറഞ്ഞുപോയി, നബിയെ, ഒരു ഖദീജാനെ കൊണ്ട് കുടുങ്ങിയല്ലോ. 24 മണിക്കൂറും ഖദീജ ഖദീജ ഖദീജ. എന്താ തങ്ങളെ ഖദീജ ഖദീജ ഇങ്ങനെ പറഞ്ഞിട്ട് 24 മണിക്കൂറും ഒരു ഖദീജ കുടുങ്ങിയല്ലോ നബിയെ. ആയിഷ ബീവി എന്ന് പറഞ്ഞപ്പോ എന്റെ ആയിഷ, എന്റെ ആയിഷ, ഖദീജാനെ മറന്നിട്ടുള്ള ഒരു ജീവിതം എനിക്കില്ല ആയിഷ. ഖദീജാനെ മറന്നിട്ടുള്ളൊരു പെണ്ണെനിക്കില്ല ആയിഷ. എന്റെ ഖദീജയെ മറക്കില്ല. ആ ഖദീജ ബീവിയാണ് നബിയെ സ്വർഗത്തിൽ കിടന്നാലും മാത്രമല്ല അവിടുത്തെ തുള്ളി വെള്ളം കുടിച്ചത് കാരണമായി സ്വർഗത്തിൽ കിടക്കാൻ ഭാഗ്യം ലഭിച്ചാലും ഇനി ജീവിതത്തിൽ തങ്ങളെ കാണില്ലല്ലോ എന്ന് ഖദീജ ബീവി പറഞ്ഞുകൊണ്ട് കണ്ണീരൊടുക്കുന്നുവെങ്കിൽ എന്റെ ചെറുപ്പക്കാരെ ഉമ്മമാരെ, നമ്മുടെ ഉമ്മയായ ബീവി ആമിന റളിയല്ലാഹു അൻഹാ പുന്നാരമുത്ത് നബിയുടെ മടിയിലൊന്ന് കിടക്കാൻ കൊതിച്ചുപോയ ഖദീജ ബീവി, ഞാൻ ചോദിക്കട്ടെ, ആ മുത്തുനബിയാണ് ആദം നബിയുടെ എല്ലാ അമ്പിയാക്കളുടെ നേതാവ് എങ്കിൽ ആ നേതാവിനെ പ്രസവിച്ചുപോയ പ്രിയപ്പെട്ട ഉമ്മ ബീവി ആമിന മുസ്ലിമത്തല്ലത്രേ, കാഫിറത്താണ്. കാഫിറത്തായി മരിച്ചു. മുത്തുനബിയുടെ ബാപ്പ അബ്ദുള്ള എന്നവൻ മുസ്ലിമല്ല. ഇത് പറഞ്ഞ ശൈത്താൻ, അവനാണ് നബിദിനം അനിസ്ലാമികമെന്ന് പറയുന്നത്. ഇവിടെയാണ് മുസ്ലിമീങ്ങളെ നമ്മൾ ഓർക്കേണ്ടത്. ഒരു അനിസ്ലാമികമെന്ന് കേൾക്കുമ്പോൾ മാത്രം ചെണ്ടയെടുക്കുന്ന അല്ലെങ്കിൽ മുട്ടാൻ വല്ലതുമുണ്ടോ നോക്കുന്ന ഒരു ചുറ്റുപാട്. അതിനു മുമ്പ് എന്റെ കൂട്ടുകാരെ, മുത്തുനബിയുടെ ഉമ്മാനെ നരകത്തിലിട്ടിട്ടാണോ നമ്മളൊക്കെ സ്വർഗത്തിൽ പോകുന്നത്? കണ്ടോ, 6 വയസ്സോടടുക്കുന്ന സമയം റസൂലുള്ളാഹി കഥാ അവിടുന്ന് പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ബാപ്പ ലോകത്തോട് വിട പറഞ്ഞില്ലേ? അവിടുന്ന് എന്തൊരു നല്ല വളർച്ചയാണ്. ആ പ്രസവിച്ച ഉടനെയുള്ള രാത്രിയുടെ ആ ഒരൊറ്റ രാത്രിയെക്കുറിച്ച് വലിയ വലിയ കിതാബുകൾ രചിച്ചുപോയ മഹാന്മാരുണ്ട്. ആ രാത്രിയെക്കുറിച്ച് വല്ലാതെ വർണ്ണിച്ചുപോയ മഹാന്മാരുണ്ട്.
എന്നിട്ട് എവിടെയും എത്തിക്കാൻ കഴിയാതെ ഞാനൊന്ന് നിർത്തട്ടെ എന്ന് പറഞ്ഞ ആളുകളില്ലയോ? فهبلي في مدينته قرارا ورزقا ثم دفنا بالبقيع. ഈ പാവപ്പെട്ടനിക്ക് അവസാനമായി മദീനയിൽ ജന്നത്തിൽ ബഖീഇൽ ഒരു മൂല ലഭിക്കുമോ? ഒരു മൂല ലഭിക്കുമോ? ആശയുണ്ട് തങ്ങളെ, സന്തോഷിച്ച് നടക്കുകയാണ് നബിയേ. വല്ലാത്ത കൊതിയുണ്ട് നബിയേ, വല്ലാത്ത കൊതിയുണ്ട് നബിയേ. എത്ര ആളുകളാ പറഞ്ഞു എവിടെയും എത്തിക്കാതെ നിർത്തിപ്പോയത്. ഞാനിവിടെ പറയുന്നത് ഒന്ന് കേട്ടോളൂ ജ്യേഷ്ഠാനുജന്മാരെ, പ്രായമുള്ള പിതാക്കളെ. മുത്തുനബിക്ക് 6 വയസ്സോടടുക്കുകയാണ്. 5 വയസ്സ് കഴിഞ്ഞു. നല്ല തന്റെ ഇടമുള്ള കുട്ടി. അവിടുന്ന് എന്തെന്നല്ലാത്ത അത്ഭുതകരമായ കാര്യങ്ങൾ കാണിക്കുന്നോ, ചിരിക്കുന്നോ, കളിക്കുന്നോ. ഉമ്മാന്റെ ചാരത്ത് വന്ന് യാ ഉമ്മത്താ, എന്താണ് മോനെ, എത്ര ചെറുപ്പമാണ്, 6 വയസ്സാകുന്നേ ഉള്ളൂ. ഉമ്മയുടെ അരികിൽ വന്ന്, വീടിന്റെ അരികിൽ വന്ന് ഉമ്മാനെ ഒന്ന് വിളിച്ചുകൊണ്ട് ഉമ്മ എന്ന് വിളിച്ചപ്പോൾ, പടച്ചവനെ എന്റെ കുട്ടി എവിടെ നിന്നാ വിളിക്കുന്നത്? ഓടി വന്നതാ. ഉമ്മ വാതിൽ തുറക്കുന്നു. അത്ഭുതകരമായ കാഴ്ചകൾ. കുട്ടി ആരോടൊക്കെയാണ് സംസാരിക്കുന്നത്? കുട്ടി എന്താണ് ചെയ്യുന്നത്? എന്തൊരു അത്ഭുത ബാലനാണ്! ഈ കുട്ടിയുടെ അത്ഭുതകരമായ രംഗമെന്ന് കണ്ടപ്പോ ആമിന ബീവി കരഞ്ഞുപോയി. ആമിന ബീവി തേങ്ങി കരഞ്ഞുപോയി. തന്റേടമുള്ള കുട്ടി അടുത്തടുത്ത് ചെന്നുകൊണ്ട് ഉമ്മാന്റെ കണ്ണിൽ ഒടുകുന്ന വെള്ളം, ആ കണ്ണുനീര് തുടച്ചിട്ട്, ഉമ്മാ, എന്റെ കളിയും ചിരിയും എന്റെ ഉമ്മാക്ക് ഇഷ്ടമില്ലയോ? ജീവിതത്തിൽ എന്റെ ബാപ്പയെ കാണാൻ അല്ലാഹു തൗഫീഖ് തന്നില്ല. ഉമ്മ, എനിക്കൊരു ജ്യേഷ്ഠനില്ല, അനുജനില്ല, പെങ്ങളില്ല. എനിക്കുള്ളത് എന്റെ ഉമ്മയാണ്. എന്റെ ഉമ്മാന്റെ മുന്നിലല്ലേ കളിക്കാൻ എനിക്ക് ഉള്ളൂ. വേറെ ആരുടെ മുന്നിലാ കളിക്കാനുള്ളത്? എന്റെ ചിരിയും കളിയും എന്റെ ഉമ്മാക്ക് ഇഷ്ടമില്ലയോ എന്നങ്ങ് പറഞ്ഞപ്പോ, അല്ല മോനെ, അതുകൊണ്ടല്ല ഞാനങ്ങ് കരഞ്ഞുപോയത്. നിങ്ങളുടെ ഈ മുഖപ്രസന്നത, നിങ്ങളുടെ ഈ സന്തോഷകരമായ രംഗം ഞാനങ്ങ് കണ്ടപ്പോൾ പെട്ടെന്ന് കരഞ്ഞുപോയത്. മോനെ, നിങ്ങളെ പ്രസവിക്കുന്നതിന് മുമ്പ്, ബാപ്പ ഏതാ മാസങ്ങൾക്ക് മുമ്പ് ബാപ്പ ജോലിക്ക് വേണ്ടി നിങ്ങളെ പ്രസവിക്കുമ്പോഴേക്കും വല്ലതും സമ്പാദിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്, മോനെ, നിങ്ങളുടെ ഉപ്പ പോയതാ. ആ ഉപ്പ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ആ ഉപ്പ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. നിങ്ങളുടെ കളിയും ചിരിയും നിങ്ങളുടെ ഉപ്പാക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. അത് ഓർത്തുകൊണ്ടാ കരയുന്നത്. ഉടൻ തന്നെ കുട്ടിയുടെ മറുപടി, യാ ഉമ്മത്താ, എന്റെ ഉമ്മ, എന്റെ ഉപ്പാന്റെ ഖബർ എവിടെയാണ്? എന്റെ അഞ്ചാ പൊട്ടുന്ന മനസ്സോടെ 6 വയസ്സുള്ള കുട്ടി ഉമ്മാന്റെ കണ്ണീര് തുടച്ചു കൊടുത്തിട്ട് അവിടുന്ന് പറയുന്നു, ഉമ്മ, എന്റെ ഉപ്പയുടെ ഖബർ എവിടെയാ? ആമിന ബീവി റളിയല്ലാഹു അൻഹ, പഠിച്ചവനെ, എന്റെ പൊന്നുമകനോട് എന്ത് പറയും? അവിടുന്നതാ തരിച്ചു നിൽക്കുന്നു. ഒരു നീണ്ട സംഭവം നമുക്ക് ചുരുക്കാം. ആ കുട്ടിയുടെ കൈപ്പിടിച്ചുകൊണ്ട് പോവുകയാണ് മദീനയുടെ പരിസരത്തേക്ക്. ബാപ്പ കിടക്കുന്ന ഖബറിന്റെ അരികിൽ ചെന്നുകൊണ്ട്, യാ ബുനയ്യാ, എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ, ഈ കിടക്കുന്നതാണ് ഉപ്പയുടെ ഖബർ. ഇവിടെയാണ് ബാപ്പയുടെ ഖബർ. ആ ഖബറിന്റെ ചാരത്ത് ചെന്നുകൊണ്ട് തന്റെ ഇടമുള്ള കുട്ടി കണ്ണീരൊടുക്കിയിട്ട്, ഉപ്പാ, ഉപ്പാ, കേട്ടോളൂ മുസ്ലിമീങ്ങളെ, റസൂലുള്ളയാണ്, നമ്മുടെ ചർച്ച റസൂലുള്ളയാണ്, നമ്മുടെ ഉപ്പാപ്പയാൻ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. പുന്നാര മുത്തുനബി
ഉപ്പായെന്ന് വിളിച്ചപ്പോ ആ ഖബറിന്റെ അരികിൽ ഇരുന്നുകൊണ്ട് ഈ കുട്ടിയതാ വല്ലാത്ത കരച്ചിൽ. ആ കുട്ടിയുടെ കരച്ചിൽ കൂടിയപ്പോ ഉമ്മ വന്ന് മെല്ലെ കൈപ്പിടിച്ച് പിഞ്ചു പൈതലിന്റെ കണ്ണീര് തുടച്ചിട്ട്, മോനെ കരയണ്ട, ഉമ്മയുണ്ടല്ലോ. ബാപ്പയില്ലാത്ത വിഷമം ഉമ്മ കാണിക്കില്ല. എന്റെ കുട്ടിയെ പൊന്നുപോലെ നോക്കിക്കളയും. മോനെ, ഉമ്മയുള്ളപ്പോ എന്തിനാണ് കരയുന്നത്? ആ പൊന്നുമകന്റെ കൈപ്പിടിച്ചുകൊണ്ട് ഉമ്മയതാ തിരിച്ചു വരുന്നു. നാട്ടിലേക്ക് അബ്ദുൽ മുത്തലിബിന്റെ അരികിലേക്ക് തിരിച്ചു വരുന്നു. വീട്ടിലേക്ക്, തറവാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ആ സമയത്ത് അവിടുന്ന് ചൊല്ലാത്ത രോഗമുണ്ട്, ശക്തിയായ പനി പിടിച്ച ഉമ്മ, ശക്തിയായ പനി പിടിച്ച ഉമ്മ അല്പമങ്ങ് എത്തി. ഒരു മരത്തിന്റെ ചുവട്ടിലേക്കങ്ങ് എത്തിയപ്പോ മോരെ, ഉമ്മാക്ക് നടക്കാൻ വയ്യ, ഈ ഉമ്മാക്ക് നടക്കാൻ വയ്യ, വല്ലാത്ത പനിയുണ്ട് മോനെ, ശക്തിയായ പനിയുണ്ട് കരളെ, ഞാനൊന്നിവിടെ ഇരുന്നോട്ടെ, അല്പം കഴിഞ്ഞിട്ട് പോയാൽ പോരെ. ചെറുപ്പക്കാരെ, തന്റെ ഇടമുള്ള കുട്ടി രണ്ട് കാലതാ നീട്ടിവെച്ച് ഉമ്മാന്റെ തലയങ്ങോട്ട് പൊക്കി ആ പൊന്നുമകന്റെ മടിയിൽ കൈവച്ചുകൊണ്ട് ഉമ്മാന്റെ ചുണ്ടത്ത് ചുംബിച്ചിട്ട് ഉമ്മാന്റെ ചുണ്ടത്ത് മുത്തം വെച്ചുകൊണ്ട് ഉമ്മാ, ആ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, മോനെ, ബാപ്പ മരിച്ചുപോയി, ഉപ്പാര് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരു വേള ഈ ഉമ്മ മരിച്ചാൽ, ഒരു വേള ഉമ്മ മരിച്ചാൽ എന്റെ കരളെ, ഉമ്മാനെ മറക്കരുത് മോനെ, ഉമ്മയെ മറക്കരുത്, നിങ്ങളുടെ ബാപ്പയെ മറക്കരുത്. ഇതങ്ങോട്ട് പറയുമ്പോ ആ കുട്ടി പ്രിയപ്പെട്ട ഉമ്മയെ ഖബ്ബലതുഹു ഖബ്ബലഹാ ഖബ്ബലഹാ, ഉമ്മാനെ അടച്ചുകൂട്ടി. ഉമ്മാ, ബാപ്പയെ ജീവിതത്തിൽ കണ്ടില്ല, എന്റെ ഉമ്മയും എന്നോട് വിട പറയുന്നുവോ, എനിക്കൊരു ജ്യേഷ്ഠനില്ലല്ലോ, ഒരു പെങ്ങളില്ലല്ലോ, ഉമ്മ എനിക്കാരാണ് ഉള്ളത്, ഉമ്മ എനിക്കാരാണ് ഉള്ളത്. ആ പൊന്നുമ്മയുടെ കവളത്ത് ചുംബനം മർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയെ മാടി പിടിച്ച് കണ്ണീരെടുക്കുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ പ്രിയപ്പെട്ട ഉമ്മയതാ ലോകത്തോട് വിട പറയുന്നു. സാധുവായ പിഞ്ചു പൈതല്, 6 വയസ്സോടടുത്ത പിഞ്ചു പൈതല്, ആരുമില്ലാത്ത കുട്ടി, ഉമ്മയും ബാപ്പയുമില്ലാത്ത കരളും ജ്യേഷ്ഠനും പരിചനും പെങ്ങളുമില്ലാത്ത പാവപ്പെട്ട കുട്ടി മരിച്ചു കിടക്കുന്ന ഉമ്മാനെ മുഖത്ത് നോക്കി തേങ്ങി തേങ്ങി കിടയുമ്പോൾ കൂടെയുള്ള പെൺമ കരയണ്ട മോനെ, ഉമ്മയില്ലാത്ത വിഷമം വരില്ല മോന്റെ ജീവിതത്തിൽ, പൊന്നുപോലെ നോക്കിക്കളയും. ഉപ്പാപ്പ കാത്തിരിക്കുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ് എന്ന ഉപ്പാപ്പയുടെ അരികിലേക്ക് പോകാം. എന്തല്ലാ, റസൂലുള്ളയാകുന്ന കുട്ടിയുടെ മടിയിൽ കിടന്നുകൊണ്ട് മോനെ, ഉമ്മാനെ മറക്കരുത് എന്ന് പറഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞ ബീവി ആമിന റളിയല്ലാഹു അൻഹാ. ആമിന ബീവിയുടെ പേര് കേൾക്കുമ്പോ 24-ാമത്തെ വയസ്സിൽ 4 മദ്ഹബിലെ മുഫ്തിയാകാൻ ഭാഗ്യം ലഭിച്ച പാണ്ഡിത്യത്തിന്റെ നിറകുടമായ അഹ്മദ് കോയ ശാരിയാത്തി നവ്വറല്ലാഹു മർക്കദഹു, വലിയ വലിയ പണ്ഡിതന്മാർ, മഹാനായ മമ്പുറത്തെ തങ്ങൾ, ഖുതുബുസ്സമാൻ തങ്ങൾ, 500 കൊല്ലം മുമ്പ് ദീനം തന്നെ കാണിച്ചു തന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ആമിന ബീവിയുടെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹാ റളിയല്ലാഹു അൻഹാ, അവരതാ തെരഞ്ഞെടുത്ത് ചൊല്ലുന്നു. ഈമാനുള്ള മുസൽമാൻ, നബിദിനം അനിസ്ലാമികമെന്ന് പറയുന്ന ആ മനുഷ്യനുണ്ടല്ലോ, ചോദിച്ചോളൂ ചെറുപ്പക്കാരെ, മുത്തുനബിയുടെ ഉമ്മയെക്കുറിച്ച്. ആ ഉമ്മ നരകത്തിലാണ്, ആ ഉമ്മ നരകത്തിലാണ്. ആമിന എന്നവൾ മുസ്ലിമത്തല്ല, ആമിന എന്നവൾ കാഫിറത്താണ്, ഒരു കാലത്തും സ്വർഗത്തിൽ കിടക്കില്ല, കാലാകാലം ആമിന നരകത്തിലാണ്. മഅദല്ലാഹ്, ആ ദുഷ്ടശക്തികളിൽ നിന്ന്
നമ്മുടെ സന്താന പരമ്പരകളെ അല്ലാഹു കാക്കുമാറാവട്ടെ. ഈമാനുള്ള ചെറുപ്പക്കാരെ, നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുക. വസന്തമാസമാണ്. അതാ നോട്ടീസുകളും ലഘുലേഖകളും വീടിന്റെ പരിസരത്തും ചുമരിന്റെ പരിസരത്തുമായി പ്രദർശിപ്പിച്ച രംഗം കാണാം. നബിദിനം ഇസ്ലാമികമോ? റസൂലുള്ള കേട്ടാൽ എഴുത്തുകളും ചോദ്യങ്ങളുമൊക്കെ വല്ലാത്തൊരു അത്ഭുതകരമായ കാണും. പക്ഷേ ആ മനുഷ്യന്റെ വിശ്വാസം ആമിന ബീവി സ്വർഗത്തിലെന്നല്ല, ആമിന ബീവി കാഫറത്തായി മരിച്ചു എന്നാണ്. അബ്ദുള്ള എന്ന് പറയുന്ന മനുഷ്യൻ കാഫറായി മരിച്ചവരാണത്ര. മഅദല്ലാഹ്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെപ്പോലെയുള്ള, ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു സ്വഹാബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ട് മഹാന്മാരായ ആരിഫീങ്ങൾ, ഇമാമിങ്ങൾ ആരെങ്കിലും റസൂലുള്ളാഹിന്റെ ഉമ്മ നരകത്തിന്റെ അടിത്തട്ടിലാണ്, കാഫിറത്താണ്, മുസ്ലിമത്തല്ല എന്ന് ആരെങ്കിലും ഒന്ന് വഅദ് പറഞ്ഞത്, പ്രസംഗിച്ചത് കേട്ടിട്ടുണ്ടോ മുസ്ലിമേ? ഈ നദുവത്തുൽ മുജാഹിദീൻ എന്ന ദാറുൻ നദവയിൽ തുടക്കം കുറിച്ച അബൂജഹലിന്റെ ഇഷ്ടപ്പേര് വെച്ച് നടക്കുന്ന ആളുകൾ പറയുകയല്ലാതെ ഒരു മുസ്ലിം പറയുകയില്ല, മുസ്ലിമീങ്ങൾ പറയുകയില്ല. ഒന്നും കൂടെ പറയട്ടെ മുസ്ലിമീങ്ങളെ, ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തട്ട പിതാക്കളെ. അബൂബക്കറിന് സിദ്ദീഖ്, ചൊല്ലൂ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, എല്ലാ നബിത്തങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച നേതാവാണ്. മാത്രമല്ല, നബിത്തങ്ങളുടെ കൂടെ നടക്കുമ്പോ ചിലപ്പോൾ അതാ മുന്നിലേക്ക് നടക്കുന്നു, മറ്റു ചിലപ്പോഴതാ ബാക്കിലേക്ക് പോകുന്നു. സിദ്ദീഖേ, എന്താണ് മുന്നിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ പോകുന്നത്? എന്ത് പറ്റിപ്പോയി സിദ്ദീഖ്, എന്ത് പറ്റിപ്പോയി സിദ്ദീഖ്? അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, തങ്ങളെ മുന്നിലേക്ക് നടക്കുന്നത് പരിചയമില്ലാത്ത വടിയാണ്, വല്ല പാമ്പുകളും തോലുകളും ഉണ്ട് എങ്കിൽ അബൂബക്കറിനെ പറ്റിയിട്ട് ഞാനെന്ന് മരിച്ചാലും അവിടുത്തെ കാലിൽ ഒരു മുള്ള് പറക്കുന്നത് അബൂബക്കർ ജീവിക്കുമ്പോ അത് കാണാൻ എനിക്ക് സാധ്യമല്ല. എന്തിനാണ് സിദ്ദീഖ് ബാക്കിലേക്ക് പോകുന്നത്? യാ റസൂലല്ലാഹ്, ഉത്ബത്ത് ശൈബത്തിനെ പോലെയുള്ള ആളുകൾ തിളക്കമുള്ള വാള് പിടിച്ച് വരുന്നുണ്ട് അവിടുത്തെ തലയെടുക്കാൻ വേണ്ടി. ഹബീബായ നബിയേ, ഹബീബായ നബിയേ, അബൂബക്കറിന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ടല്ലാതെ, അബൂബക്കറിന്റെ നെഞ്ചത്ത് ചവിട്ടി നിന്നിട്ടല്ലാതെ അങ്ങയുടെ മുഖത്ത് കൈ ചൂണ്ടാൻ ഈ അബൂബക്കർ അനുവദിക്കുമോ? ആരെങ്കിലും ചൂണ്ടിയാൽ ഞാൻ വെറുതെ വിടുമോ? അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല, സൗറുമലയുടെ മുകളിൽ ഗുഹയിൽ നബിത്തങ്ങളും എത്തിയിരിക്കുമ്പോ രണ്ട് കാല് നീട്ടിക്കൊടുത്ത് പിന്നാരമുത്തി നബി ഹബീബിന്റെ മടിയിൽ കിടന്നിട്ട് ഹബീബിന്റെ മടിയിൽ കിടന്നുകൊണ്ട് ഉറങ്ങുകയാണ്. ധാരാളം പൊത്തുകൾ കാണുന്നു. ആ പൊത്തുകളൊക്കെ അടുക്കുകയാണ്. ഒരു പൊത്തടക്കാൻ യാതൊരുവിധ വടികളുമില്ല. സിദ്ദീഖ് തങ്ങളുടെ കാലുകളുടെ പൊത്തടക്കുന്നു. വിഷമുള്ള പാമ്പ് വന്നതാ കാലിലങ്ങ് കൊത്തിക്കൊണ്ടിരിക്കുന്നു. വല്ലാത്ത കടച്ചിലുണ്ട്, വല്ലാത്ത കടച്ചിലുണ്ട്. ശക്തിയായ വേദനയുണ്ട്, ശക്തിയായ വേദനയുണ്ട്. പക്ഷേ സിദ്ദീഖ് തങ്ങൾ കാലെടുക്കുന്നില്ല. കാലും നനക്കിയാൽ റസൂലുള്ള ഉറക്കിൽ നിന്ന് ഉണർന്നു പോകുമോ? കാലനക്കുന്നില്ല. പക്ഷേ അവിടുന്ന് വേദന കൂടിയപ്പോ, വേദനയെന്ന് കൂടിയപ്പോ അവിടുത്തെ കണ്ണിലൂടെ വെള്ളം ഒഴുകി. എന്റെ ചെറുപ്പക്കാരെ, ഒരുത്തി വെള്ളം, ഒരു തുള്ളി വെള്ളം മുത്തുനബിയുടെ മുഖത്തെ കണ്ണ് തെറിക്കുമ്പോ നെട്ടിയുണരുന്ന റസൂലുള്ളാഹ് മുഖമാകെ ചുവന്നിരിക്കുന്ന സിദ്ദീഖ് തങ്ങളോട്, എന്റെ സിദ്ദീഖ്, എന്റെ സിദ്ദീഖ്, എന്ത് പറ്റി മോനെ? യാ ഹബീബല്ലാഹ്, വലിയൊരു പാമ്പി എന്നെ കൊത്തുന്നു നബിയേ, വലിയ പാമ്പി എന്നെ കൊത്തുന്നു നബിയേ. വല്ലാത്ത കടച്ചുകൊണ്ട് എന്നെ കൊത്തിയിട്ട് ഞാനെന്ന് മരിച്ചാലും ഈ കാലെടുക്കൂടെ നബിയേ എന്ന് പറഞ്ഞുപോയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് തങ്ങളെപ്പോലെയുള്ള ആളുകൾ, ചെറുപ്പക്കാരെ, എന്റെ നല്ലവരായ നാട്ടുകാരെ,
ആ സിദ്ദീഖ് തങ്ങൾ റസൂലുള്ള വഫാത്തായപ്പോ ഒന്ന് കേട്ടോളൂ മുസ്ലിമീങ്ങളെ, പുന്നാര മുത്തുനബി വഫാത്തായപ്പോ അവിടുത്തെ പൊന്നുമകളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് പോവുകയാണ്. വാതിലങ്ങ് അടിക്കുന്നു. മോളെ, ബാപ്പയാണ്. റസൂലുള്ള വഫാത്തായിട്ടേ ഉള്ളൂ, വിഷമങ്ങൾ തീർന്നിട്ടില്ല. ഓടിവരുന്ന പൊന്നുമകൾ വാതിലൊന്ന് തുറക്കുമ്പോ സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത് നോക്കാൻ വയ്യ. ഉപ്പ കരയുകയാണ്. വല്ലാത്ത കരച്ചിലാ കരയുന്നത്. ആയിഷ ബീവി പറയുന്നു, ഉപ്പാ, ബാപ്പയുടെ മുഖത്തുള്ള കണ്ണീര് തുടച്ചു കൊടുത്തിട്ട്, ഉപ്പാ, ഞങ്ങളെ ക്ഷമിപ്പിക്കേണ്ടെന്ന ബാപ്പയാണോ കരയുന്നത്? റസൂലുള്ള വിട പറഞ്ഞ വേദന തീർന്നിട്ടില്ല. ഞങ്ങളെ ക്ഷമിപ്പിക്കേണ്ടെന്നത് ക്ഷമ പറയാൻ, ക്ഷമിക്കണമെന്ന് പറയേണ്ടെന്ന ബാപ്പയാണോ കരയുന്നത്? അതിനു വേണ്ടിയല്ല മോളെ, സാധുവായ ഉപ്പ കരഞ്ഞതിനല്ല. മോളെ, നിങ്ങൾക്കറിയില്ലേ, എന്റെ ജീവിതം മുഴുവനും റസൂലുള്ളാഹിന്റെ കൂടെ സമർപ്പിച്ചത്. എവിടെ പോകുന്നുവോ ഞാനല്ലേ തുടക്കാരൻ. റസൂലുള്ള നിങ്ങളുടെ വീട്ടിലതാ കിടക്കുന്നു. ഈ പാവപ്പെട്ട സിദ്ദീഖിന്റെ മോളെ, പാപ്പയുടെ നിങ്ങളുടെ ഭർത്താവായ മുത്തുനബിയുടെ കാലിന്റെ ചുവട്ടിലൊന്ന് കിടക്കാൻ അതിയായ ആഗ്രഹമുണ്ട് മോളെ, അതിയായ താല്പര്യമുണ്ട് മോളെ. എന്റെ ആയിഷ എന്നാലും സമ്മതിച്ചാൽ മോളെ, ഈ സിദ്ദീഖ് ഭാഗ്യവാനാൻ. ഉപ്പ എന്താണ് അവിടുത്തെ ആഗ്രഹം? ഉപ്പ എന്താണ് അവിടുത്തെ ആഗ്രഹം? അത് തന്നെയാണ് എന്റെയും ആഗ്രഹം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അവിടുന്നതായി ഇറങ്ങിത്തിരിക്കുന്നു, അവിടുന്നതായി ഇറങ്ങിത്തിരിക്കുന്നു. ഇനി എന്താ, എന്തിനാണ് ബേജാറാവേണ്ടത്? എന്തിനാണ് വിഷമിക്കേണ്ടത്? എന്തിനാണ് പേടിക്കേണ്ടത്? എന്റെ പെണ്ണുമകൾ സമ്മതിച്ചിട്ടുണ്ട് എന്റെ മുത്തുനബിയുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കാൻ. ലോകത്തോട് വിട പറഞ്ഞു 10,000 മദീനത്തെ പള്ളിയിൽ തടിച്ചുകൂടി. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. എന്റെ ഹബീബിനെ കൊണ്ടുവരണേ, എന്റെ ഹബീബിനെ എന്നിലേക്ക് കൊണ്ടുവരൂ. അവിടുന്നതാ വെളിനാളം സ്വഹാബത്ത് അങ്ങോട്ട് കൊണ്ടുപോകാനിരിക്കുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളെ കൊണ്ടുപോയി മുത്തുനബിയുടെ അരികിലെന്ന് മറവ് ചെയ്യുമ്പോ, രണ്ടാം ഖലീഫ, അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും പദവിയുള്ള മഹാന്മാരിൽ രണ്ടാമത്തെ വ്യക്തിയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, പടച്ചവരെ, ഈ പാവപ്പെട്ട എനിക്ക് എന്റെ കൂട്ടുകാരനായ സിദ്ദീഖിന്റെ കാലിന്റെ ചുവട്ടിലെന്ന് കിടക്കാൻ, സിദ്ദീഖിന്റെ കാലിന്റെ ചുവട്ടിലെന്ന് കിടക്കാൻ എനിക്ക് സാധിക്കുമോ? എനിക്ക് ഭാഗ്യം ലഭിക്കുമോ? ദുആ ചെയ്ത് നടക്കുകയാണ്. അവസാനം ശത്രുവിന്റെ കുത്തേറ്റ് പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട മകനായ അബ്ദുള്ളയെ വിളിച്ചിട്ട്, മോനെ അബ്ദുള്ള, ഉമ്മയായ ആയിഷ ബീവിയോട് ചെന്നിട്ട് പറയോ, എന്റെ ബാപ്പ പള്ളിയിൽ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഉപ്പാക്കൊരാഗ്രഹമുണ്ട്, നിങ്ങളുടെ ബാപ്പയായ സിദ്ദീഖുൽ അക്ബറിന്റെ കാലിന്റെ ചുവട്ടിലൊന്ന് കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ടതാ കൊതിക്കുകയാണ്. ഉമ്മ സമ്മതം കൊടുക്കുമോ? ചോദിച്ചു വാ മോനെ അബ്ദുള്ള. പൊന്നുമകനതാ ഓടുന്നു, ആയിഷ ബീവിയുടെ അരികിലേക്ക് എത്തുന്നു. ഉമ്മ, എന്റെ ബാപ്പ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഉപ്പാക്കൊരാശയുണ്ട്, നിങ്ങളുടെ ബാപ്പയുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കണമെന്ന് ഉമ്മ സമ്മതിക്കുമോ? ആയിഷ ബീവി പറയുന്നു, പടച്ചവരെ, എന്റെ ഉപ്പ കിടക്കുന്ന സ്ഥലത്ത്, എന്റെ ഭർത്താവ് കിടക്കുന്ന സ്ഥലത്ത് ഈ സാധുവായ പാവപ്പെട്ട എനിക്ക് കിടക്കാനുള്ള ആഗ്രഹമുണ്ട്. അമീറുൽ മുഅ്മിനീൻ ആവശ്യപ്പെട്ടാൽ എനിക്കവിടെ കിടക്കാനുള്ള അർഹതയില്ല. അബ്ദുള്ള, ഞാൻ നിങ്ങളെ ഉപ്പാക്ക് സമ്മതം നൽകി, ഞാനിതാ ബഖീഇൽ പോയി കിടക്കാം. ഞാൻ നിങ്ങളെ ഉപ്പാക്ക് സമ്മതം നൽകി ഓടി വരുന്നു അബ്ദുള്ള. ഉപ്പാ, ഉമ്മ സമ്മതം നൽകിയിരിക്കുകയാണ്. എന്റെ കൂട്ടുകാരെ, ആ പിടയുന്ന നേതാവതാ സന്തോഷം കൊണ്ട് കണ്ണീരൊടുക്കുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, പടച്ചവരെ, ഞാൻ എവിടെയാണ് കിടക്കാൻ പോകുന്നത്? എനിക്ക് എവിടെയാണ് എന്റെ ഖബർ?
അതേ റസൂലുള്ളാഹി അബൂബക്കറിന് സിദ്ദീഖ് അവരുടെ കൂടെ എനിക്ക് കിടക്കാൻ ഭാഗ്യം ലഭിക്കുമോ? അതാ ആയിഷ ബീവി സമ്മതിച്ചു, എനിക്കവിടെ ഭാഗ്യം ലഭിക്കുമോ? ഉമറുൽ ഫാറൂഖ് ലോകത്തോട് വര പറഞ്ഞു. സ്വഹാബത്തതാ ഉമറുൽ ഫാറൂഖിനെ കൊണ്ടുവരുന്നു. സിദ്ദീഖ് തങ്ങളുടെ അടുത്ത് മറവ് ചെയ്യുന്നു. വസാഹിബാക ഫലാ അൻസാഹുമാ അബദാ മിന്നി സലാമു അലൈക്കും മാ ജറൽ ഖലമു വസാഹിബാക ഫലാ അൻസാഹുമാ അബദാ മിന്നി സലാമു അലൈക്കും മാ ജറൽ ഖലമു. പ്രായം ചെന്ന ഹാജിമാരെ, നിങ്ങൾ ഹജ്ജിന് പോയില്ലേ? അപ്പൊ മദീനത്ത് പോകാതെ വന്നോ? മദീനത്ത് പോയില്ലേ നിങ്ങൾ? ഇല്ലാഹി നജ്ജിനി മിൻ കുല്ലി ളിഖി ബിജാഹിൽ മുസ്തഫ ഖൈറുൽ ജമീഇ ഫഹബിരി ഫീ മദീനതിഹി ഖറാറാ ورزقا ثم دفنا بالبقيع ورزقا ثم دفنا بالبقيع. ആ മദീനത്ത് നിങ്ങൾ പോയില്ലേ? മദീന പൂന്തോപ്പിൽ ജീവിതത്തിൽ 40 കൊല്ലത്തോളം ബഹുമാനപ്പെട്ട മാലിക് തങ്ങൾ ദർസ് നടത്തിയിട്ട് മദീനയിൽ മൂത്രമടിച്ചില്ല. മദീനയിൽ മൂത്രമടിക്കാത്ത ആ പവിത്രമായ മണ്ണ് ചെരുപ്പ് ധരിക്കാതെ നടന്നില്ലേ? വാഹനപ്പുറത്ത് സഞ്ചരിച്ചില്ല. ഉറക്കു വന്നു. എന്റെ കുട്ടികളെ, ചെറുപ്പക്കാരെ, മാലിക് തങ്ങൾക്ക് ഉറക്കു വന്നപ്പോ മദീനയുടെ പുറത്തു പോയി കിടക്കുകയാണ്. ശിഷ്യഗണങ്ങൾ ചെന്നുകൊണ്ട്, ഉസ്താദേ, എന്താണ് മദീനയുടെ പുറത്ത് വന്ന് കിടക്കുന്നത്? എന്റെ പൊന്നുമക്കളെ, എന്റെ പൊന്നുമക്കളെ, ഈ മാലിക്കെങ്ങാനും അൽഹംദുലില്ലാഹ് മദീനത്തെ പള്ളിയിൽ ദർസ് നടത്താൻ ഭാഗ്യം ലഭിച്ച നിങ്ങളുടെ ഉസ്താദായ മാലിക്കെങ്ങാനും മദീനയുടെ മണൽത്തടികളിൽ കിടന്നുറങ്ങിയിട്ട് അറിയാതെ ഈ മാലിക്കിന്റെ ഉസ്താദിന്റെ കാലങ്ങോട്ട് മുത്തുനബി തങ്ങൾ കിടക്കുന്ന ഭാഗത്തേക്ക് നീട്ടിപ്പോകുമോ? റസൂലുള്ള കിടക്കുന്ന ഭാഗത്തേക്ക് നീട്ടിപ്പോകുമോ? അത് പേടിച്ചിട്ടാണ് പുറത്തു വന്ന് കിടക്കുന്നത്. മാഷാ അല്ലാഹ്, ആ മദീന കണ്ടില്ലേ പിതാക്കളെ നിങ്ങള്? അവിടെ ചെന്നപ്പോ റസൂലുള്ളാഹിയോട് സലാം പറയുന്നു. പിന്നെ പറയുന്നത് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൂന്നാമതായി സലാം ചൊല്ലിയത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് വസാഹിബക ഫലാ അൻസാഹുമാ അബദാ മിന്നി സലാമു അലൈക്കും മാ ജറൽ ഖലമു. പുന്നാരമുത്ത് നബിയുടെ ചാരത്ത് കിടക്കുന്ന ആ 2 മുത്തുകൾക്കല്ലേ സലാം പറയുന്നത്? ആ 2 മുത്തുകളോടല്ലേ സലാം പറയുന്നത്? എന്നാൽ കേട്ടോളൂ മുസ്ലിമീങ്ങളെ, മദീന കണ്ട മുസ്ലിമീങ്ങളെ, ആ പവിത്രമായ 3 മുത്തുകൾ കിടക്കുന്ന ആ മക്ബറയുണ്ടല്ലോ, അതിന്റെ മുകളിൽ കാണുന്ന പച്ചക്കുബ്ബ, ലോകത്തെ ഏറ്റവും വലിയ മക്ബറ, അത് മദീനയിൽ കാണുന്ന മക്ബറയാണ്. ലോകത്തെ ഏറ്റവും വലിയ മഹാൻ അത് റസൂലുള്ളയാണ്. റസൂലുള്ള കിടക്കുന്ന മക്ബറയാണ് ലോകത്തെ ഏറ്റവും വലിയ മക്ബറ. അതിന്റെ ബ്രാഞ്ചുകളാണ് ലോകത്തിന്റെ മുക്കുമൂലകൾ കാണുന്ന മഖാം ഖലീൽ എന്ന സ്ഥലത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം. നാട്ടുകാരെ, നമ്മുടെ നാട്ടിലൊക്കെ മക്ബറകള് മമ്പറത്തുള്ള മഖാം, മമ്പറത്തുള്ള മക്ബറ. നമ്മൾ ചിലപ്പോ നമുക്ക് തോന്നിപ്പോകും അത് നമ്മൾ കുറച്ച് ആളുകൾ, കുറച്ച് ആശിക്കീങ്ങൾ, മുഹിബ്ബീങ്ങൾ, മഹാന്മാരെ മഹബത്ത് വെക്കുന്നവരിങ്ങനെ മക്ബറ വെച്ച് നടക്കുകയാണെന്ന്. ഒന്ന് പോയി നോക്കൂ നാട്ടുകാരെ, ഫലസ്തീനിൽ ഇപ്പോൾ ഇതാ സാഹചര്യമുണ്ട്. വെറും 70-60 രൂപയുണ്ട് എങ്കിൽ പോവാം ഫലസ്തീനിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക്. ഫലസ്തീനിൽ ചെന്നു കഴിഞ്ഞാൽ അല്പമങ്ങോട്ട് യാത്ര ചെയ്തു ഖലീൽ എന്ന നാട്ടിലെത്തിയാൽ പേര് തന്നെ ഇബ്രാഹിം നബിയുടെ പേരാണ്. അവിടേതാ വലിയ മഖാം
യാ അബൽ അംബിയാ, എന്തല്ലാത്ത മക്ബറയാണ് ഇബ്രാഹിം നബിയുടെ മക്ബറ. തൊട്ടരികിലതാ ഇസ്ഹാഖ് നബിയുടെ മക്ബറ, അവിടുത്തെ 2 ഭാര്യമാരുടെ മക്ബറ. മാത്രമല്ല കലീമുല്ലാഹി മൂസാ നബിയുടെ മക്ബറ. തശഫഉ യാ റസൂലല്ലാഹി ഫീനാ. ഞാനിവിടെ പറയുന്നതും എന്റെ കൂട്ടുകാരെ, ചെറുപ്പക്കാരെ, ആ ഏറ്റവും വലിയ മക്ബറ 3 മാണിക്കക്കല്ലുകൾ മുത്തുകൾ കിടക്കുന്ന വല്ലാത്ത ആ മക്ബറ, ആ മക്ബറയുടെ മുകളിൽ കാണുന്ന പരിശുദ്ധമായ പച്ചക്കുബ്ബ, ആ പച്ചക്കുബ്ബയെ കുറിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് സൗദിയുടെ ഭരണം കിട്ടിയാൽ, കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പ്രസ്ഥാനത്തിന് സൗദിയുടെ ഭരണം കിട്ടിയാൽ 2ാമത്തെ ദിവസം ആ പച്ചക്കുബ്ബ തച്ച് തരിപ്പണമാക്കുകയും ആ പച്ചക്കുബ്ബ തച്ച് തരിപ്പണമാക്കുകയും റസൂലുള്ളാഹിനെ മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്താക്കി പള്ളി വൃത്തിയാക്കാതെ ഞങ്ങൾക്ക് വിശ്രമമില്ല. പള്ളി വൃത്തിയാക്കാതെ ഞങ്ങൾക്ക് വിശ്രമമില്ല. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, പുന്നാരമുത്ത് നബി ആ കാരുണ്യത്തിന്റെ കവാടം കിടക്കുന്ന പച്ചക്കുബ്ബ, ആ മക്ബറയുടെ മുകളിൽ കാണുന്ന പച്ചക്കുബ്ബ തച്ച് തരിപ്പണമാക്കും. ആ പച്ചക്കുബ്ബ തച്ച് തരിപ്പണമാക്കും. എന്നിട്ട് മദീനത്തെ പള്ളിയിൽ നിന്ന് റസൂലുള്ളാഹിനെ പുറത്താക്കി പള്ളി ശുദ്ധിയാക്കാതെ ഞങ്ങൾക്ക് വിശ്രമമില്ല. ഒരു ജൂതൻ എന്നിവരെ പറഞ്ഞിട്ടില്ല. മനസ്സിലെന്തുണ്ട് എന്ന് നമുക്ക് ചോദിക്കേണ്ടതില്ല. ഒരു ജൂതൻ പറഞ്ഞിട്ടുണ്ടോ മുസ്ലിമീങ്ങളെ? രാജ്യത്തുള്ള ഹൈന്ദവര് ക്രൈസ്തവര് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് പരസ്യമായി നബിദിനം അനിസ്ലാമികം, നബിദിനം ഇസ്ലാമികമോ എന്ന് ലഘുലേഖ മോനെ നിന്റെ കയ്യിൽ നൽകുന്നവൻ അവനാണ് റസൂലുള്ളാഹിനെ ഖുബ്ബ വിളിക്കണമെന്ന് പറഞ്ഞത്. അവനാണ് റസൂലുള്ളാഹിനെ മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞത്. അവരാണ് റസൂലുള്ളാഹിന്റെ ഉമ്മ ഒരു കാലത്തും സ്വർഗത്തിൽ കിടക്കില്ലെന്ന് പറഞ്ഞത്. അവനാണ് മുത്തുനബിയുടെ ഉമ്മ ബീവി ആമിന റളിയല്ലാഹു അൻഹാ. ആമിന ബീവി മുസ്ലിമത്തല്ല, ആമിന ബീവി കാഫിറത്താണ് മോനെ. ഈ വസന്തമാസം വന്നപ്പോ, ഈ വസന്തമാസത്തിൽ നിന്റെ കരങ്ങളിൽ ഇസ്ലാമികമോ നബിദിനം ചോദിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ലഘുലേഖ തന്നവനില്ലേ? ആ തന്ന വ്യക്തിയുണ്ടല്ലോ, അവന്റെ ഹൃദയത്തിലുള്ള വിശ്വാസം മുത്തുനബിയുടെ ഉമ്മ മുസ്ലിമത്തല്ലത്രേ, കാഫിറത്തായി മരിച്ചുവത്രേ. ഒരു കാലത്തും സ്വർഗത്തിൽ കിടക്കില്ലെന്ന് ആ ദുഷ്ടൻ വിശ്വസിക്കുന്നു. അവനാണ് ഇസ്ലാമികമോ എന്ന ലഘുലേഖ കയ്യിൽ തരുന്നത്. കീറി വലിച്ചെറിയൂ മോനെ, അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയൂ. അവനാണ് ദുഷ്ടൻ, അവനാണ് ദീന് നശിപ്പിക്കുന്നവൻ. വലിച്ചെറിയണ്ടേ അവന്റെ മുഖത്തേക്ക്. അവൻ ദീനുമായി ബന്ധമുണ്ടോ? പുന്നാരമുത്ത് നബിയുടെ ഉമ്മയെ നരകത്തിൽ കടത്തുന്നവൻ ദീനുമായി ബന്ധമില്ല, ദീനുമായി ബന്ധമില്ല. അവർ എന്തൊക്കെ വിളിച്ചു കൂടിയാലും ഇസ്ലാമുമായി ബന്ധമില്ല. വലിച്ചെറിയണം അവന്റെ മുഖത്ത്. അസ്ഹാബുൽ ബിദ്അ കിലാബുന്നാർ. ഇവിടെയാണ് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് ഓർക്കേണ്ടത്. അയൽപ്പക്കത്ത് പൊട്ടുവെച്ച അമുസ്ലിമായ മനുഷ്യൻ, ആ മുസ്ലിമായ മനുഷ്യന്റെ വീട്ടിലുള്ള നായകളെ പോലും കല്ലെടുത്തെറിയരുതേ മുസ്ലിമേ, കല്ലെടുത്തെറിയരുതേ മുസ്ലിമേ. അയൽപ്പക്കത്തവരെ ആദരിക്കണം. ഏത് മതത്തിൽപ്പെട്ടവരാണ് എങ്കിലും അവരാദരിക്കൂ മുസ്ലിമീങ്ങളെ. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരോടും കരുണ കാണിക്കണം. ഖാല റസൂലുള്ളാഹി, ചൊല്ലൂ, ഞാൻ നിർത്തുന്നു. ഖാല റസൂലുള്ളാഹി, എല്ലാ മതക്കാരെയും ആദരിക്കണം, എല്ലാ മതക്കാരെയും ബഹുമാനിക്കണം, അവർ നാം സ്നേഹിക്കണം, അവരോട് കരുണ കാണിക്കണം, എല്ലാ ജീവികളോടും കരുണ കാണിക്കണം എന്ന് അവിടുന്ന് പഠിപ്പിച്ചതായ കാരുണ്യത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളാണ് പറയുന്നത്, ഒരു ഉറുമ്പിനെ പോലും ആക്രമിക്കരുത്, ഒരു നായകളെ പോലും ഉപദ്രവിക്കരുത്. നായക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്തിൽ കിടക്കുന്ന മനുഷ്യരെ കുറിച്ച്
പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കാത്തത് കൊണ്ട് നരകത്തിൽ കിടക്കേണ്ട ഗതി വരുന്നതിനെക്കുറിച്ച് റസൂലുള്ള പഠിപ്പിച്ചുവെങ്കിൽ ആ നബിത്തങ്ങളാണ് പറയുന്നത് അസ്ഹാബുൽ ബിദ്അഇ കിലാബുന്നാർ, ബിദ്അത്തുകാരൻ നരകത്തിലെ പട്ടിയാൻ, ബിദ്അത്തുകാരൻ നരകത്തിലെ നായകളാൻ. അസ്ഹാബുൽ ബിദ്അഇ മത്റൂദത്തുൽ അൻ ഹൗദി, ഒരു ബിദ്അത്തുകാരനായ മുബ്തദിഇല്ല എന്റെ കൈകൊണ്ട് വെള്ളമില്ല, എന്റെ ഹൗദിനെ തൊട്ട് ആട്ടപ്പെട്ടവനാണ്, എന്റെ ഹൗദിനെ തൊട്ട് ആട്ടപ്പെട്ടവനാണ്. ചൊല്ലൂ ഖാല റസൂലുള്ളാഹി. എന്താണ് നാട്ടുകാരെ, നബിദിനം ഇസ്ലാമികമോ എന്ന് ചോദിക്കുന്നവൻ എവിടെയാ എത്തി നിൽക്കുന്നത്? റസൂലുള്ളാഹിയുടെ ഉമ്മയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. എടോ, മുത്തുനബിയുടെ ഉമ്മ നരകത്തിലെന്ന് വാഴ്ന്നു പറഞ്ഞിട്ട് എന്താണടാ നിനക്ക് കിട്ടുന്നത്? എന്താണ് ചെറുപ്പക്കാരാ നിനക്ക് ലഭിക്കുന്നത്? റസൂലുള്ളാഹിയുടെ ഉമ്മാനെ നരകത്തിൽ കിടത്തിയിട്ട്, ഹബീബിന്റെ ബാപ്പയെ നരകത്തിൽ കിടത്തിയിട്ട്, ഉപ്പ നരകത്തിലാണെന്ന് പറഞ്ഞ മഹിമ പറയുന്ന നിന്നെക്കുറിച്ചാണ് നരകത്തിലെ പട്ടി, നരകത്തിലെ നായ എന്ന് റസൂലുള്ള പറയുന്നത്. അസ്ഹാബുൽ ബിദ്അഇ കിലാബുന്നാർ, നരകത്തിലെ നായകളാണ് മുബ്തദിഅ, നരകത്തിലെ പട്ടികളാണ്. ഈ പ്രസംഗം നിർത്താം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് മുബാറക് റളിയല്ലാഹു അൻഹു, ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞിട്ട് അവിടുന്നതാ നീണ്ട 30 കൊല്ലത്തോളം ഒരു വിഷമം പള്ളിപ്പറമ്പിൽ ഖബറിൽ അനുഭവിക്കേണ്ടി വന്നു. വിഷയമെന്താണെന്നറിയോ പിതാക്കളെ? ജീവിതത്തിൽ റസൂലുള്ളാഹിയുടെ ഉമ്മയെക്കുറിച്ച് കളിയാക്കുന്ന ഒരു ബിദ്അത്തുകാരന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. അത് കാരണമായി എന്റെ പൊന്നുമോനെ 30 കൊല്ലമായി ഖബറിൽ ആ വിഷയത്തിൽ എനിക്ക് സ്വസ്ഥതയില്ല. ഞാനാകെ വിഷമിച്ചിരിക്കുകയാണ്. ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുവെങ്കിൽ, എന്റെ നല്ലവരായ കൂട്ടുകാരെ, സാധുക്കളായ പാവങ്ങളായ നമുക്ക്, പാവപ്പെട്ട നമുക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞു അവിടത്തോട് മഹബ്ബത്ത് വെച്ച് മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദി ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. ഏതൊരു മുസ്ലിമായ കുട്ടിയുടെ ഹൃദയത്തിലാണ് മുത്തുനബിയോട് മഹബ്ബത്തുള്ളത്, ആ മഹബ്ബത്തുള്ള ശരീരത്തെ അല്ലാഹു നരകത്തിടില്ല. മോനെ, എന്റെ പൊന്നൂപ്പ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മാരെ, ആ മഹബ്ബത്ത് നമുക്ക് വേണ്ടേ? എല്ലാ നിലക്കുമുള്ള മഹബ്ബത്ത്, ആരെക്കാളുമുള്ള മഹബ്ബത്ത് ലോകത്തൊരാളോടും കാണിക്കാൻ പറ്റാത്ത അതിലപ്പുറത്തുള്ള മഹബ്ബത്ത്. അന്ത ഉമ്മുൻ അം അബൂ ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. തങ്ങളെ അവിടുന്ന് എന്റെ ഉമ്മയാണോ? ആരാ ചോദിക്കുന്നത് പിതാക്കളെ? സയ്യിദി മഖ്ദൂം തങ്ങൾ എന്റെ ഉമ്മയാണോ ബാപ്പയാണോ? ആ ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും കാണാത്ത കാണാത്ത എന്തൊക്കെയാണ് നബിയെ അവിടുത്തെ അരികിൽ നിന്ന് കാണുന്നത്? എന്തൊക്കെയാണ് ഞങ്ങൾ കണ്ടത് നബിയെ? സയ്യിദി മഖ്ദൂം തങ്ങൾ പറയുന്നുവെങ്കിൽ ഞാനിതാ ഈ പ്രസംഗം നിർത്തുമ്പോ എന്റെ ചെറുപ്പക്കാരോടൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. 70ഓളം വരുന്ന പെൺകുട്ടികളെ ജീവനോടെ അറുത്ത് സ്വന്തം കൈകൊണ്ട് കഷ്ടമാക്കി കളഞ്ഞ ഒരു മനുഷ്യൻ ചെയ്യാത്ത ഒന്നുമില്ല, ചെയ്യാത്ത തെറ്റുകളൊന്നുമില്ല. പക്ഷേ അവിടുന്നതാ വരുന്നു ഇലാ ഹദറത്തിൻ നബിയുൽ മുസ്തഫ. റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വന്നപ്പോ ആ പൊട്ടുന്ന മനസ്സോടുകൂടെ മുത്തുനബിയുടെ അരികിലേക്ക് വരുന്നു. റസൂലുള്ളാഹിന്റെ അരികിൽ വന്നിട്ട് പുന്നാര മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കോളൂ. ഇഷ്കിന്റെ ഭാഗമതാ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഇഷ്ക് വർദ്ധിപ്പിക്കുന്ന രംഗം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ അരികിലേക്ക് വന്ന് കയ്യൊന്ന് കൊടുത്തു. അവിടുന്നതാ കയ്യൊന്ന് പിടിച്ചു. ആ കയ്യൊന്ന് പിടിച്ചുകൊണ്ട്
നേരെ കൊണ്ടുവന്ന് സിദ്ദീഖ് തങ്ങളുടെ അരികിലങ്ങ് ഇരുത്തുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ സിദ്ദീഖുൽ അക്ബറിന്റെ അരികിലങ്ങ് ഇരുത്തിയപ്പോ ദുഹിയത്തെന്ന മനുഷ്യനങ്ങ് കരഞ്ഞുപോയി. എന്തിനാ മോനെ കരയുന്നത്? എന്തേ നിങ്ങൾക്ക് പറ്റിയത്? എന്റെ അടുത്തിരുന്നതിൽ വിഷമമുണ്ടോ? അല്ല നബിയേ, അല്ല നബിയേ, എന്റെ ഈ കൈകൊണ്ട് 70 ചില്ലാനം പെൺകുട്ടികളെ അറുത്തവനാണ്. അല്ലാഹു എനിക്ക് മാപ്പ് തരുമോ? ഇത് ചോദിച്ചപ്പോ ഒരു വേള മിണ്ടാതെ പോയി. മലക്ക് ജിബ്രീൽ മുത്തുനബിയുടെ അരികിൽ വന്നുകൊണ്ട്, റസൂലുള്ളാഹിന്റെ ചാരത്ത് വന്നുകൊണ്ട് അവിടുന്ന് പറയുന്നു, നബിയേ, അവിടുന്ന് കൈയൊന്ന് പിടിച്ച് അവിടുത്തെ അരികിൽ അല്പസമയം ആ മനുഷ്യൻ ഇരുന്നതോടുകൂടെ അവന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തു. നബിയേ, കയൗമ വലദതുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാ. ഇതങ്ങ് കേട്ടപ്പോ മക്കളെ റസൂലുള്ള കരയുന്നു. എന്റെ അനുജന്മാരെ റസൂലുള്ള വല്ലാത്ത കരച്ചിൽ. ജിബ്രീൽ ചോദിച്ചു, തങ്ങളെ എന്തിനാ അവിടുന്ന് കരയുന്നത്? അവിടുത്തെ പൊന്നുമോളായ ഫാത്തിമയെ ഓർമ്മ വന്നോ? അവിടുത്തെ പ്രിയപ്പെട്ട ഖദീജയെ ഓർത്തുപോയോ? ആയിഷ ബീവിയെ ഓർത്തുപോയോ? വലാലി അജരി ഫാത്തിമ ബുനയ്യതി വലാലി അജരി ആയിഷ വലാലി ആയിഷ മരിയതി ലകിൻ അജരി ഉമ്മത്തി ദാവിൽ ഹസൻ വലാലി അജരി ഫാത്തിമ ബുനയ്യതി ലകിൻ അജരി ഉമ്മത്തി യാ ഉമ്മത്തി. ജിബ്രീലേ, പെട്ടെന്നങ്ങ് കരച്ചിൽ വന്നത് എന്റെ അടുത്തിരിക്കുന്ന ഈ മനുഷ്യൻ 70 ചില്ലാനം പെൺകുട്ടികൾ അറുത്തവനാണ്. അവൻ ചെയ്യാത്ത ഒന്നുമില്ല. ആ മനുഷ്യന് അപ്പോഴേക്കും അല്ലാഹു എന്റെ അടുത്തൊന്ന് ഇരുന്നപ്പോഴേക്കും അല്ലാഹു മുഴുവനും പുറത്തു കൊടുത്തുവെങ്കിൽ എന്നെ കാണുക പോലും ചെയ്യാത്ത, എന്നെ കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുഖമൊന്ന് കാണാൻ കൊതിക്കുന്ന, അന്ധനാലെടുക്കുന്ന സമയത്തുള്ള ആശിക്കീങ്ങളായ എന്റെ പൊന്നുമക്കൾ, അവർക്ക് എന്റെ പേര് കേൾക്കുമ്പോ, എന്റെ മദഹുകൾ പാടി പറയുമ്പോ, യാ അക്റമൽ ഖൽഖി മാ ലിമൻ അബൂഹു ബിഹി, ബുർദയുടെ ഈരടികളെന്ന് വരികളെന്ന് ചൊല്ലുമ്പോ ഇഷ്കോടുകൂടെ കൂടി ചെല്ലുന്ന ആവേശത്തോടുകൂടെ ചൊല്ലിപ്പറയുന്ന എന്റെ പാവപ്പെട്ട മക്കൾ, ആ മക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല ജിബ്രീലേ, അല്ലാഹു മാപ്പ് കൊടുക്കില്ല ജിബ്രീലേ. അതോർത്തപ്പോ ഞാൻ കരഞ്ഞതാ. അവിടുന്ന് പറയുന്നു, സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൂടിയ നമുക്ക് വേണ്ടി എന്റെ പാവപ്പെട്ട കുട്ടികൾ, ആശിഖീങ്ങൾ, മുഹിബ്ബീങ്ങൾ, അവരുടെ സ്ഥിതി എന്താ? അല്പമങ്ങോട്ട് വഹി നീണ്ടു ഒഴുകിയപ്പോഴേക്കും അതാ വരുന്നു കളിയാക്കിക്കൊണ്ട് പല ആളുകളും. പക്ഷേ ജിബ്രീൽ വന്നു, വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയേ, തങ്ങളെ അല്ലാഹു മറന്നിട്ടില്ല നബിയേ, അല്ലാഹു തങ്ങളെ മറക്കൂല നബിയേ, ഉപേക്ഷിച്ചിട്ടില്ല നബിയേ. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. നബിയേ, അല്ലാഹു തങ്ങൾക്ക് വല്ലാത്തൊരു റഹ്മത്ത് നൽകാൻ കാത്തിരിക്കുന്നു. അത് കിട്ടിയാൽ അവിടുന്ന് എന്തൊരു സന്തോഷം. ചെറുപ്പക്കാരെ, ആ സമയത്ത് മുത്തുനബി പറഞ്ഞത്, ഇതല്ല അല്ലാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. എന്റെ ഉമ്മത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി നരകത്തിൽ പോകുന്നത് കണ്ടാൽ ഖാലൽ ജലീലുഹു യാ മലായികതി മുറൂ ബി അബ്ദി ഇലൽ നിറാനി അത്ശാന. മലക്കുകളെ, ഈ കാണുന്ന മനുഷ്യന് നരകത്തിലേക്ക് വലിച്ചെറിയണം. എന്റെ ഒരു കുട്ടിയെങ്ങാനും നരകത്തിലേക്ക് പോകുന്നത് കണ്ടാൽ എന്ത് വലിയത് നൽകിയാലും എനിക്ക് തൃപ്തിയില്ല. ലാ അർളാ വവാഹിദുൻ മിൻ
ഉമ്മത്തി ഫിന്നാർ. എന്ത് കിട്ടിയാലും എനിക്ക് സന്തോഷമില്ല, എനിക്ക് സന്തോഷമില്ല എന്ന് പറഞ്ഞുപോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരെ, ആ മുത്തുനബി തങ്ങൾ പറയുന്നതനുസരിച്ച് ഇൻഷാ അല്ലാഹ് എന്റെ ജീവിതത്തിൽ ഒരൊറ്റ വഖ്ത് നിസ്കാരം ഞാൻ ഖളാ ആക്കുകയില്ല. പിടഞ്ഞുകൊണ്ടിരിക്കുന്ന പവിത്രമായ നമ്മുടെ പള്ളിയിൽ നിന്ന് മഗ്രിബ് ബാങ്ക് വിളിക്കുകയാണ്. ഹയ്യാല സ്വലാഹ്. ആ ബാങ്ക് കേൾക്കുമ്പോ പുന്നാര മുത്തുനബി മുഖേന പണ്ഡിത മാത്തുക്കൾ പറയുന്നത്, ആ സമയത്താണ് മോനെ അപകടത്തിൽപ്പെട്ട് കൈകാലുകൾ തെറിച്ചു കിടക്കുന്നത്. എന്റെ അനുജാ, രണ്ട് കാല് മുറിഞ്ഞാലും ആ മഗ്രിബ് ഇശായിലേക്ക് നീട്ടിവെക്കല്ല മോനെ, മഗ്രിബ് ഇശായിലേക്ക് നീട്ടിവെക്കരുത്. നിൽക്കാൻ കഴിയാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം, ഇരിക്കാൻ കഴിയാത്തവൻ കിടന്ന് നിസ്കരിക്കണം. 4 ഭാഗത്തേക്കും ചെറിയാൻ വയ്യ. എന്റെ ഈമാനുള്ള കുട്ടികളെ, കണ്ണുകൊണ്ട് കാണിച്ച് നിസ്കരിക്കണം. കണ്ണനക്കാൻ കഴിയുന്നില്ല, അത്രയും വലിയ മുറിവുകളാണ്. എന്തനുജാ, കൽബുകൊണ്ട് നിസ്കരിക്കണേ. എന്നാലും ജീവിതത്തിൽ ഒരു വഖ്ത് നിസ്കാരം ഖളാഅക്കുന്നതിന് റസൂലുള്ളാഹിയുടെ മുഖം കാണാൻ കഴിയുമോ? അവിടുത്തെ കൈകൊണ്ട് വെള്ളം ലഭിക്കുമോ? മാറേ, ഏത് നിർണായക ഘട്ടത്തിലും മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതല്ലേ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു വഖ്ത് നിസ്കാരം ഖളാഅക്കില്ല.